സർക്കാരിന് പണമുണ്ടാക്കാനുള്ള ഒരു കേന്ദ്രമല്ല സർ. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ പമ്പയ്ക്ക് താഴെ കൊണ്ടുവന്ന് ക്യാബറയോ വല്ല എന്താ പറയുന്നത് നമ്മുടെ സണ്ണി ലിയോണിനെ കൊണ്ടുവന്ന് പമ്പയിൽ കുളിപ്പിച്ച് കാശുണ്ടാക്കും. ഇത് അങ്ങനെ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമല്ല ഇത്. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇത് കാനന ക്ഷേത്രമാണ്. അവിടേക്ക് വരുന്ന ഭക്തജനങ്ങൾ കാനന ക്ഷേത്രത്തിന്റെ വിശുദ്ധി ആസ്വദിക്കാനും കാനന ക്ഷേത്രത്തിന്റെ പവിത്രത ആസ്വദിക്കാനും വരുന്നവരാണ്. അവിടെ നിങ്ങൾ എന്താണ് ഈ വികസനം എന്ന് പറയുന്നത്? എന്താണ് അതല്ല ഉദ്ദേശം. ഞാൻ ചോദിക്കുന്നത്, അവിടെ കെട്ടിടം പണിയുന്നതാണോ നിങ്ങളുടെ വികസനം? എന്റെ സുഹൃത്തെ, കഴിഞ്ഞ 60-75 വർഷമായല്ലോ തിരുവിതാംകൂർ എന്നൊക്കെ പറയുന്ന അതാണ്. അല്ലല്ല, ഈ സസ്റ്റൈനബിൾ എന്നിട്ട് ജയരാജെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആദ്യം നിങ്ങൾ തിരുവനന്തപുരം നഗരസഭയിലും എറണാകുളം നഗരസഭയിലും ഒന്ന് നടപ്പാക്കി കാണിക്ക്, എന്നിട്ട് മല കയറും. ആദ്യം സ്വന്തം നാട്ടിൽ ഇവിടെ ഈ താഴെ സാധാരണ കോടിക്കണക്കിന് മനുഷ്യർ ദിവസവും വ്യവഹരിക്കുന്ന സ്ഥലത്ത് നടപ്പാക്കി കാണിക്ക്, എന്നിട്ട് നിങ്ങൾ അയ്യപ്പന്റെ അവിടേക്ക് കൊണ്ടുണ്ടാക്കാമോ? അതവിടെ നിൽക്കട്ടെ. എന്റെ ചോദ്യം അവിടെയല്ല, ഇവിടുത്തെ പ്രശ്നമല്ല. ഒന്ന് വിളിച്ചോണ്ട് പോടോ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ശബരിമലയോടും അതിവിടുത്തെ ഭക്തരോടും ഇത്ര അചഞ്ചലമായ ദൃഢമായ മമതയുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ? KSRTCക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന സെസ് പിൻവലിക്കണം. തന്റെ ഇടമുണ്ടോ ജയരാജ് ആവശ്യപ്പെടാൻ? താങ്കൾ ശബരിമല ഭക്തനാണെന്ന് ഇപ്പോൾ അല്പം മുമ്പ് പറഞ്ഞല്ലോ. സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാൻ താങ്കൾക്ക് തന്റെ ഇടമുണ്ടോ? ശബരിമലയിൽ ഭക്തര് പോകുന്നത് സെസ് കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പൊ നിങ്ങളുടെ ഭക്തി, നിങ്ങളുടെ വിധേയത്വം ഞങ്ങൾ ഭക്തരോടൊപ്പമുള്ളതാണ് എന്ന വാഗ്ദാനത്തിന്റെ പൊള്ളത്തരം ഇങ്ങനെയാണ് ജനം മനസ്സിലാക്കുന്നത്. നിങ്ങൾക്കതിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ എന്തു ചെയ്യണം? KSRTC ശബരിമലയ്ക്ക് വേണ്ടി ഈടാക്കുന്ന സെസ് ഒഴിവാക്കി തരണം. അവിടെ വരുന്ന ഭക്തർക്ക് സൗജന്യമായി ആരോഗ്യ സേവനം നൽകണം. എന്തിന്? സൗജന്യമായ ഒരു കുടിവെള്ളം കൊടുക്കാൻ, ഒരു വൃത്തിയുള്ള വിരി വെക്കാൻ, വൃത്തിയുള്ള ഇടത്ത്. കഴുതയും പന്നിയും പട്ടിയും കയറി കിടക്കുന്ന സ്ഥലത്ത് മനുഷ്യ വിസർജ്യത്തിലാണ് സുഹൃത്തെ അവിടെ വരുന്ന അയ്യപ്പ ഭക്തന്മാര് വിരിവെക്കുന്നത്. ആദ്യം അടിസ്ഥാനപരമായ ഒരു കാര്യം ഒരുക്കും, പിന്നെ നമുക്കവിടെ എയർപോർട്ട് പണിയാം, പിന്നെ നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷൻ പണിയാം, പിന്നെ നിങ്ങൾ അവിടെ ഹെലിപ്പാഡ് പണിതോളൂ. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇപ്പൊ നിങ്ങൾക്ക് ഇത് ഹിറ്റ്ലറിന്റെ ശവശരീരം സൂക്ഷിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഹിറ്റ്ലറിന്റെ ആ മ്യൂസിയം പോലോ അവിടുത്തെ കൊളോസിയം പോലെയോ അല്ലെങ്കിൽ ഫ്രാൻസിലെ മറ്റ് ക്യാബറെ കേന്ദ്രങ്ങളെ പോലെയൊക്കെ നിങ്ങൾക്ക് ആളുകളെ ആകർഷിക്കാനുള്ള സ്ഥലമായി ദയവ് ചെയ്ത് ശബരിമലയെ കാണരുത്. ശബരിമലയ്ക്ക് ഒരു സാങ്ക്ടിറ്റി ഉണ്ട്. ശബരിമലയുടെ സാങ്ക്ടിറ്റിയുടെ അടിസ്ഥാനം എന്നുള്ളത് അവിടുത്തെ വിശ്വാസമാണ്. ആദ്യം നിങ്ങൾ വിശ്വാസത്തെ സംരക്ഷിക്കൂ. അതിനാണ് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ വിശ്വാസികളുടെ ഞാനെന്താ മിസ്കോട്ട് കേട്ടോണ്ടിരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞതിനെ വളച്ചൊടിക്കരുത്. ക്യാമറ കാണാണെങ്കിൽ അവിടെ പോയിരുന്ന കണ്ടാ മതി. നിങ്ങൾ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് എന്റെ നാക്കിൽ താങ്കൾക്ക് പോകാൻ താല്പര്യം ഈ ചർച്ചയെ പറയണ്ട. നിങ്ങൾ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞോ സുഹൃത്തെ? നിങ്ങൾ അല്ലല്ലല്ല സുഹൃത്തെ, നിങ്ങൾ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞോ? ക്യാമറ കേന്ദ്രത്തിൽ പോകുന്ന അത്ര മോശം കാര്യമൊന്നുമല്ല ജയരാജൻ. വേണ്ടാതെ പറഞ്ഞു, വേണ്ടാത്ത കാര്യത്തിൽ ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. വേണ്ടാത്ത കാര്യത്തിൽ കയറി ഇടപെടണ്ട. അപ്പോ നിങ്ങൾക്ക് ശബരിമലയോട് വിശ്വാസികളോട് ധാർമ്മിക സംസാരിക്കണം, മര്യാദയ്ക്ക് സംസാരിക്കണം, കുറച്ചുകൂടെ മര്യാദ. നിങ്ങൾക്ക് ശബരിമലയോട് ധാർമ്മിക ബാധ്യത ഉണ്ട് എങ്കിൽ അയ്യപ്പന്മാർക്ക് അടിസ്ഥാനപരമായ സൗകര്യം ചെയ്തു കൊടുക്കണം. അവിടുത്തെ ഹോട്ടലുകളെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ശബരിമലയിൽ വരുന്ന ഭക്തന്മാർക്ക് സൗജന്യമായി അന്നദാനം കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? ശബരിമല എന്നുള്ളത് യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിനെ പറ്റി നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ശബരിമലയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം വഖഫ് ബോർഡിന്റെയും ക്രിസ്തീയ സംഘടനകളുടെയും അനുമതി വേണമെന്ന തരത്തിൽ കൊടുത്ത സത്യവാങ്മൂലത്തെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ശബരിമലയിൽ സ്ത്രീ പ്രവേശം കഴിയതോടുകൂടി അയ്യപ്പന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യം അവസാനിച്ചു എന്ന നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറുടെ
ദുഷിപ്പിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? പോയോ ആര് എന്നെ അടിച്ചവൻ ദേ അവിടെ നിക്കണ്. പോകുമ്പോ ഒന്ന് പറഞ്ഞേക്കണം. എന്റെ പായന്തലങ്ങനെ അപ്പുറത്ത് കിടക്കാം, ഒന്ന് ഉറങ്ങണം. എന്തൊരു തരിപ്പ്. നീ പേടിക്കണ്ട.